ഇന്ന് ഈ വേദിയിൽ ഒരുപാട് വൈവിധ്യമാർന്ന പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങുകൾ നടക്കുന്ന ഒരു വേദിയാണ് ഈ 50-ാം വാർഷികാഘോഷ പരിപാടിയുടെ വേദി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ 50 വർഷം കൊണ്ട് കേരളക്കരയിൽ അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിൽ മാപ്പിളകലയുടെ മേഖലകളിൽ 50 വർഷത്തെ സേവനങ്ങളോടെ ഒരുപാട് വൈവിധ്യമാർന്ന കലാപരിപാടികളും ചാരിറ്റി പ്രവർത്തനങ്ങളും അവാർഡ് ദാന ചടങ്ങുകളുമൊക്കെ സംഘടിപ്പിക്കുന്ന കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് കോഴിക്കോടിൻ്റെ കലാരംഗത്ത് സാംസ്കാരിക മേഖലയിൽ എന്നും ഒരുപാട് പരിപാടികൾ കൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ ഈ മനോഹരമായ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതമറിയിക്കുന്നു. സ്നേഹത്തോടെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ NC അബ്ദുൽ കോയ അവർകളെ, ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ബഹുമാന്യനായ മേയർ, മാപ്പിള സോങ്സിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി, ഡോക്ടർ മൊയ്തു, കുഞ്ഞാമ്മ സാഹിബ്, ബാബു, ജയൻഭായ്, പ്രിയ സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ അതിൻ്റെ 50 വർഷം അല്ലെ 50 വയസ്സ് പൂർത്തിയാക്കുകയാണ് ഈ വർഷം 2026. 1976 ആരംഭിച്ച ഈ പ്രസ്ഥാനം കേരളത്തിലെ തന്നെ ഈ ഒരു സാംസ്കാരിക തലത്തിലുള്ള ആദ്യത്തെ സംഘടനയാണ്. വളരെയധികം പൂർവികരായ നേതാക്കന്മാർ രൂപം കൊടുത്ത ഈ സംഘടന വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ 50-ാം വർഷം പൂർത്തിയായിക്കൊണ്ട് 50-ാം വാർഷികത്തിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ ഈദ് സോഷ്യലും അതേപോലെ ഈ ഈശൽ നൈറ്റ് പരിപാടി. നമ്മളെ ബാക്കിയുള്ള ഇതിൻ്റെ മറ്റ് പരിപാടികളൊക്കെ അടുത്ത നവംബറിൽ ഇതിൻ്റെ ഒരു വലിയ വൻ പരിപാടിയോട് അതിൻ്റെ 50-ാം വാർഷിക സമാപനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്ഥാനത്ത് വരാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളെ ഇതിൻ്റെ സംഘടന ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായി നയിക്കുന്നത് ഡോക്ടർ കുഞ്ഞാലി സാഹിബാണ്. ഇതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന അദ്ദേഹമാണ്. ഔപചാരികത പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഈ സോഷ്യൽ അതേപോലെ ഈശ്വരനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ ബഹുമാനിയായ മേയർ O സദാശിവൻ സാറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ബഹുമാനിയായ VC മലയാളം യൂണിവേഴ്സിറ്റി VC CR പ്രസാദ് സാർ അല്പസമയത്ത് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം അരുളുന്നു. കൂടാതെ നമ്മളെ വേദിയിലുള്ള ഡോക്ടർ മധു സാർ, കുഞ്ഞാമ്മ സാഹിബ്, വൈസ് പ്രസിഡന്റ് ബാബു പാലക്കണ്ടി, അതുപോലെ ജയൻഭായ്, ഗാമാസ്ലാം, അനീഫ, മറ്റു എൻ്റെ മുന്നിലുള്ള മറ്റു സുഹൃത്തുക്കൾ, മാപ്പിള സോങ്സിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി അധ്യക്ഷ ഭാഷണമാണ് വേദിയിൽ നടക്കുന്നത്. ഡോക്ടർ K കുഞ്ഞാലി, കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയങ്കനായ കോഴിക്കോട് മേയർ ശ്രീ O സദാശിവൻ അവർകളെ, ഞങ്ങളുടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി NC അബ്ദുൽ കോയ സാഹിബ്, എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഡോക്ടർ K മൊയ്തു, ഞങ്ങളുടെ ട്രഷറർ കുഞ്ഞാമുക്ക, കെൻസ ബാബു സാഹിബ്, ഗാമ അസ്ലം, ജയന്ത് ഭായ്, ഫൗണ്ടർ മെമ്പർ ഫോർമർ ജനറൽ സെക്രട്ടറി TP ഇമ്പിച്ച അഹമ്മദ് സാഹിബ്, നമ്മുടെ സംഘടനയുടെ ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ,
സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി ഞാൻ കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാപ്പിള എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഭൂരിപക്ഷ ആളുകൾക്ക് അറിയാമായിരിക്കാം. പക്ഷെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവും ഈ മാപ്പിള എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാതെ. മാപ്പിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുസ്ലിം വിഭാഗമാണ്. കേരളത്തിലെ മലബാറിലും, അതായത് പ്രധാനമായിട്ടും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലും, കർണാടകയിലെ സദേൺ പാർട്സ്, വടക്കൻ ഏരിയകൾ, അതായത് സൗത്ത് കന്നഡ ഡിസ്ട്രിക്റ്റിലെ ബ്യാരി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുറച്ച് മുസ്ലിങ്ങൾ, ഇവരാണ് മാപ്പിളകൾ എന്നറിയപ്പെടുന്നത്. അപ്പം മാപ്പിള സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള അറബി മലയാളത്തിൽ ഉള്ള പാട്ടുകളാണ് മാപ്പിള സോങ്. മാപ്പിള സോങ്ങിൻ്റെ ചരിത്രം ഞാൻ ഇതിനു മുമ്പ് 2 കൊല്ലക്കാലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാപ്പിള സോങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. എൻ്റെ അറിവിൽ നാളെയും മാപ്പിള സോങ് അക്കാഡമിയോ എന്തോ ഈ വേദിയിൽ തന്നെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. മറ്റന്നാളോ? അപ്പോൾ 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ നിലവിൽ വന്നത്. അതിൻ്റെ പ്രധാനമായിട്ടും അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകളിൽ ഒറ്റ ആളെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. അത് TP മിച്ചമ്മദാണ്. അദ്ദേഹമായിരുന്നു ഫൗണ്ടർ മെമ്പർ. പിന്നെ ആ കാലത്ത് അബ്ദുള്ള കോയ സാഹിബായിരുന്നു ഫൗണ്ടർ പ്രസിഡൻറ്റ്. അന്ന് EV ഉസ്മാൻ കോയ സാഹിബും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഒപ്പം ഇല്ല. അദ്ദേഹം മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സമയം ചെലവഴിച്ച ഒരാളായിരുന്നു, ഒരു മഹാവ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ ഇന്ന് ഇവിടെ ഓർക്കുകയാണ്. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ മാപ്പിള സോങ് അസോസിയേഷൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. മാപ്പിള സോങ്ങിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഇഷൽ നൈറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആളുകൾക്ക് അവാർഡുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവാർഡ് കൊടുത്തത് ജനാബ് യൂസുഫ് കാരക്കാടിനാണ്. അദ്ദേഹം ഒരു പ്രഗത്ഭനായ മാപ്പിള പാട്ടുകാരനാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് UAE-യിലാണ്. അദ്ദേഹം കുറേ ട്രൂപ്പുകൾ ചൈനയിലും റഷ്യയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. കുറേ ക്രൂസുകൾക്ക് നേതൃത്വം നൽകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യമെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ സാധിച്ചതിൽ. ഇക്കൊല്ലവും നമ്മുടെ ഈ ഈദ് സോഷ്യലിൻ്റെ മീറ്റിങ്ങിന് ശേഷം ഒരു ഇഷൽ നൈറ്റുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ, അതിൽ ഞങ്ങൾ തന്നെ മെമ്പറായ ഹനീഫ ഉണ്ട്. അദ്ദേഹവും പാട്ട് പാടുന്നതായിരിക്കും. ഞാൻ എല്ലാവരും ഞങ്ങളെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് കേരളം, അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ ഇന്നത്തെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഈദ് സോഷ്യലും ഇശൽ നൈറ്റ് പരിപാടിയുടെ ഉദ്ഘാടന ഭാഷണമാണ് നടക്കാൻ പോകുന്നത്. ആരാധ്യനായ മേയർ ശ്രീ O സദാശിവൻ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ യോഗ അധ്യക്ഷൻ ഡോക്ടർ K കുഞ്ഞാലി ഈദ് സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്,
ആശംസകൾ അർപ്പിക്കുന്ന SP മുഹമ്മദ് ഷമീൽ, ഡോക്ടർ മൊയ്തു, NC അബ്ദുള്ള കോയ, TPM ജിഷാൻ, AV കുഞ്ഞാമു തുടങ്ങി എല്ലാവരും ഇല്ല അവിടെ അല്ലേ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്ടരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളായി കോഴിക്കോട് നെഞ്ചിലേറ്റിയ മാപ്പിള സോങ്, അതിൻ്റെ 50 വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ 50 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെയും ഈദ് സോഷ്യൽ ഇശൽ നൈറ്റിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം ആദ്യമേ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടിന് സമ്മാനിച്ച സംഗീതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി എക്കാലവും നിറഞ്ഞു നിൽക്കുന്നതാണ് മാപ്പിള ഗാനങ്ങൾ. ഇന്നും കോഴിക്കോടിൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ പ്രശസ്തമായ മാപ്പിള ഗാനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് കോഴിക്കോട് ജനത ഓരോ കാലത്തും സംഗീതത്തെ വരവേറ്റിട്ടുള്ളത്. ഏതൊരു വലിയ വലിയ ചടങ്ങുകളിലും, വിവാഹ ചടങ്ങുകളാവട്ടെ മറ്റു ചടങ്ങുകളാവട്ടെ, എല്ലാം അത്രയേറെ ഹൃദ്യസ്ഥമാക്കുകയാണ് കോഴിക്കോട്. പൊതുവേ മാപ്പിള സംഗീതം മാത്രമല്ല, എല്ലാ സംഗീതത്തെയും, നാടകഗാനങ്ങൾ, കോഴിക്കോടിൻ്റെ അഭിരുചി എന്ന് പറയുന്നത് ചിലതല്ല പലതുമാണ്. സൂഫി സംഗീതം ഈ ടൗൺ ഹാളിൽ കേട്ടിരിക്കാൻ എത്ര പേരാണ്ടാവുക. അത്രയേറെ സംഗീതത്തിൻ്റേതായ വിവിധങ്ങളായ ശാഖകളെ നല്ലതുപോലെ ഹൃദ്യസ്ഥമാക്കുകയും അത് നന്നായി പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പട്ടണമാണ് കോഴിക്കോട്. കുഞ്ഞാലി ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിനും അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്, മാപ്പിള ഗാനത്തിനും അല്ലേ. ആ ചരിത്രപരമായ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അല്പം മുമ്പ് വളരെ സജീവമായിരുന്നു മാപ്പിള ഗാനങ്ങൾ. എന്നാൽ പിന്നീട് ഒരു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല അല്ലേ, കേൾവിക്കാരുടെ കുറവാണോ എന്താണെന്നറിയില്ല, പുതിയതായ ഗാനങ്ങളുടെ വരവിൻ്റെ അഭാവമാണോ എന്നറിയില്ല, മുമ്പ് കാലങ്ങളിൽ വളരെ സജീവമായി നിന്നിരുന്ന ആ മേഖലക്കകത്ത് അത്ര കണ്ട് ആ ഗാന രംഗത്ത് പുതിയതായ ഒരുപാട് പാട്ടുകൾ അല്ലേ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഏതൊരു പഴയതിനെയും അതിൻ്റെ നന്മ നിലനിർത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു പോകുന്ന ഒരു നഗരമാണ് നമ്മുടെ കോഴിക്കോട് നഗരം. സംഗീതമെന്ന് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ സംഗീതത്തോടാവട്ടെ, നാടകത്തോടാവട്ടെ, സാഹിത്യത്തോടാവട്ടെ, എല്ലാ ഫുട്ബോളാവട്ടെ, എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന നമ്മുടെ ഈ കോഴിക്കോട് നഗരം, ഈ ടൗൺ ഹാൾ, കോഴിക്കോട് നഗരം എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നത് ടൗൺ ഹാളാണ്. ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ് ടൗൺ ഹാൾ. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ സംഗീത സായാഹ്നങ്ങൾ കോഴിക്കോടിന് കാലാകാലങ്ങളായി സമ്മാനിച്ച ഈ നഗരിയിലാണ് 50 വർഷം പൂർത്തിയാവുന്ന ഈ അവസരത്തിൽ മാപ്പിള സോങ്ങിൻ്റെ 50 വർഷം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് ആഘോഷിക്കാൻ ഇടവന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ മാനവികത, പാരസ്പര്യം, സ്നേഹം ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിന് മറ്റേതിനേക്കാൾ ഏറെ സംഗീതത്തിന് പ്രാധാന്യമുണ്ടെന്ന് കാണുന്ന കോഴിക്കോടിന് തീർച്ചയായും ഒന്നുകൂടെ നമുക്ക് യോജിക്കാനും അല്ലേ പരസ്പരം സ്നേഹിക്കാനുമുള്ള ഒരവസരത്തെ ഭാവിയിലേക്ക് അല്ലേ കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ഈ സംവിധാനത്തിന്, മാപ്പിള സോങ്ങിന് കഴിയട്ടെ. അതിൻ്റെ വാർഷികാഘോഷത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ മാപ്പിള സോങ് അസോസിയേഷൻ്റെ 3 പ്രഗത്ഭരായ മെമ്പർമാരെ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ആദ്യമായി TPM ജിഷാൻ, അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് വലിയ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറാണ്. അദ്ദേഹം നമ്മളെ ലൈഫ് മെമ്പറാണ് സംഘടനയുടെ. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു.
അതുപോലെ MV കുഞ്ഞാമ്പു ഗ്ലോബൽ എക്സലൻസ് ലീഡർഷിപ്പ് അവാർഡ് ദുബായ് ഈയിടെ നേടിയ ജേതാവാണ്. ഞങ്ങളെ സംഘടനയുടെ വർഷങ്ങളായുള്ള ട്രഷറാണ്. അദ്ദേഹത്തെ മെമ്മൻറ്റോ നൽകി ആദരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മേയർ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ കോമ്പിയർ കൂടിയായ ഫസൽ കൊടുവള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. കേരള ഫോക്ലോർ അവാർഡ് മാപ്പിളപ്പാട്ടിന് വേണ്ടി ഈ വർഷം 2024 ഫോക്ലോർ അവാർഡ് നേടിയ ഫസൽ കൊടുവള്ളി നമ്മൾ ലൈഫ് മെമ്പറാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട VC CR പ്രസാദ്. ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട VC CR പ്രസാദ് അവരെ ക്ഷണിക്കുന്നു.